ഹലോ മച്ചമാരെ, എല്ലാവർക്കും ഏറ്റവും പുതിയൊരു സീരീസ് റിവ്യൂലേക്ക് സാർ. അപ്പോൾ നമ്മൾ റിവ്യൂ ചെയ്യാൻ വേണ്ടി പോകുന്ന കരിക്കിൻ്റെ പുതിയൊരു വെബ് സീരീസ് റിലീസ് ചെയ്തിരുന്നു കഴിഞ്ഞ ദിവസം. മുക്ക എന്നാണ് സീരീസിൻ്റെ പേര്. എന്നതിൽ പോലെ തന്നെ പറയാതെ വന്ന് ഞെട്ടിച്ച് പോയിട്ടുള്ള ഒരു അവസ്ഥയായിരുന്നു കണ്ടപ്പോൾ എനിക്ക് തോന്നി. യാതൊരു കോമഡിക്ക് യാതൊരു വിട്ടുവീഴ്ചയും ഇല്ല. അതിനോടൊപ്പം ക്വാളിറ്റി ആണെങ്കിലും സകല കാര്യങ്ങളും ഒരു കോമൺസിലും ഞെട്ടിച്ചുകൊണ്ട് മുക്ക എന്ന് പറയുന്ന കരിക്കിൻ്റെ സീരീസ് അത് ഗംഭീരമായി തന്നെ പോകുന്നുണ്ട്. എന്തായാലും മുക്കയെക്കുറിച്ച് പറയുമ്പോൾ എന്തായാലും ഇപ്രാവശ്യം അതിൽ അത്യാവശ്യം നല്ലൊരു കാസ്റ്റിങ്ങും നല്ലൊരു വേറൊരു ട്രാക്ക് തന്നെയാണ് പിടിച്ചിട്ടുള്ളത്. കൂടുതലും നൈറ്റ് സീൻസൊക്കെ കുറച്ച് കൂടുതൽ തന്നെയാണ്. വേറൊരു ലെവല് എന്താ പറയുക എല്ലാവരും കൊണ്ടുവന്ന് ശരിക്കും ഞെട്ടിച്ചിട്ടുള്ള ഒരു പ്രകടനം തന്നെയാണ്. അതായത് കരിക്കിൻ്റെ ഒരു ടീമിൽ ഓലനും ഇപ്പോൾ 1-2 വ്യക്തികൾ മാത്രമേ കുറവുള്ളൂ. ബാക്കി എല്ലാ വ്യക്തികളും ഇതിലുണ്ട്. ഒരു ഒരു അഡാറ് ഐറ്റം തന്നെയാണ് അവരിൽ ഒരുക്കി വെച്ചിട്ടുള്ളത്. തുടക്കം തന്നെ ഒരു സെക്യൂരിറ്റിയെ തല്ലിയിട്ട് ഇതിൻ്റെ ഒരു അമ്പലത്തിൻ്റെ ഒരു വിഗ്രഹം, പഞ്ചലോഹ വിഗ്രഹം എടുത്തുകൊണ്ട് പോകുന്നു. പിന്നീട് അതിനൊപ്പം തന്നെ വേറൊരു കലോത്സംഘം ഇറങ്ങുന്നുണ്ട്. എന്താ പറയുക, അതിൻ്റെ പേര് പോരാളിസ് വേറെന്താ പേരെന്താ പറയുന്നുണ്ട് ഇതിൽ. അപ്പോൾ നമ്മൾ അതിൽ അവരങ്ങനെ 3 ടീമാണ് നമ്മുടെ കരിക്കിൻ്റെ 3 വ്യക്തികൾ ഇറങ്ങുന്നു. അങ്ങനെ ഒരു പോലീസ് ജീപ്പ് കൊടുക്കുന്നു. പിന്നീടാണ് മനസ്സിലാവുന്നത് ഈ ടീമാണ് വിചാരിക്കുന്നു. അപ്പോൾ ഇവരെന്ന് വെച്ച് കഴിഞ്ഞാൽ നാട്ടിലെ ഒരു 3 ചെറുപ്പക്കാരാണ്, ജോലിയൊന്നും ഇല്ല, യൂട്യൂബിൽ എന്തെങ്കിലും ആവണം, അല്ലെങ്കിൽ എന്താ പറയുക നാടിനോട് നന്മകൾ ചെയ്യണം എന്നൊക്കെ പറയുന്നുണ്ട്. ഒരുപാട് മണ്ടത്തരങ്ങളൊക്കെ ചെയ്ത് വയ്ക്കുന്നുണ്ട്. നമ്മുടെ വഴിയരികെ വെച്ച് സൈഡ് മിററിൽ ഗ്ലാസ് എടുത്ത് വയ്ക്കുന്നു. വണ്ടികൾ തിരിഞ്ഞ് വരുമ്പോൾ ആക്സിഡൻ്റ് ആകുന്നുണ്ട്, അത് ഊരിട്ട് കൊണ്ടുവന്ന് വയ്ക്കുന്നു. കുറേ കമൻറ്റ് വരുന്നുണ്ട്. അതൊക്കെ നല്ല രസത്തിലാണ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതിലവർ പറയുന്നത് അങ്ങനെ ഉത്സവത്തിന് ആനകളെ സൂക്ഷ്മം ചെയ്യുന്ന പറഞ്ഞിട്ട് ആനയുടെ ചങ്ങലയച്ച് വിടുന്നു, ആനയുടെ കൊണ്ടിമ പോസ്റ്റർ ഒടിച്ച് മകളൊക്കെ കാണിക്കുന്നുണ്ട്. ഒരുപാട് അമ്മയും മകനും തമ്മിലുള്ള സീൻസൊക്കെ കാണിക്കുന്നത് നമ്മൾ വീട്ടിലൊക്കെ പറയുന്ന പോലെ തന്നെ ഗംഭീരമായിട്ടുള്ള ഒരുപാട് സീൻ കാണിക്കുന്നത്. ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ട ചായക്കടയിൽ ഒരു മയക്കുമരുന്നുമായി ബന്ധപ്പെട്ടുള്ള ഒരു വ്യക്തിയെ പിടിക്കുന്ന ഭാഗം കാണിക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് മുമ്പ് വന്നിട്ട് പറയും, നിങ്ങളാണോ ലൈറ്റർ ചോദിക്കും. എന്നിട്ട് മറ്റും പറയുന്നുണ്ട്. ഇതിലൊരു ചെറിയ സീനായിട്ട് കാണിക്കുന്നുണ്ട്. എവിടെയോ നല്ല കണ്ടുപരിച്ചിട്ടുണ്ടല്ലോ, എന്തൊരു ഉദ്ഘാടനത്തിനാണോ ലൈറ്റർ മേടിച്ച സീൻ പറയുന്നുണ്ട്. നമുക്ക് ആ സീൻസൊക്കെ എന്താ പറയുക കണ്ടു കഴിഞ്ഞാൽ ഒരു രക്ഷയിൽ ചിരിച്ച് മണ്ണ് അപ്പം സീൻസൊക്കെയാണ്. പിന്നീട് ആളെ മനസ്സിലാക്കുന്ന ഒരു ഭാഗമായിട്ട് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൽ എന്നോട് വേറൊരു വ്യക്തി പറഞ്ഞതാണ്, പ്രതിഭട്ടം പറഞ്ഞാൽ ഒരു ഭാഗമായിട്ട് കാണിക്കുന്നുണ്ട്. മറ്റോട് ചോദിക്കുന്നത് നിനക്ക് എവിടെ നിന്നാണ് ഒരു അതിൻ്റെ സീക്രട്ടാണ് അങ്ങേര് പോയിട്ട് ആരോടും പറയണമെന്ന് പറയുന്നുണ്ട്. മറ്റും പറയുന്നുണ്ട്. അവൻ പറയുന്നുണ്ട് ആരോടും പറയണം നിനക്ക് മനസ്സിലായെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഒരുപാട് ഭാഗം കാണിക്കുന്നുണ്ട്. ഇപ്പോൾ ലോഡ്ജിൽ വെച്ചിട്ടുള്ള കുറച്ച് സീൻ കാണിക്കുന്നുണ്ട്. എല്ലാ ഭാഗം അത് ഗംഭീരമായിട്ടുള്ളൊരു ഞെട്ടിക്കുന്ന ഒരു കരിക്കിൻ്റെ ഒരു വൈബ് വിഷ്വൽസ് ആണെങ്കിലും അതുപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ട് ആണെങ്കിലും പ്രകടനമാണെങ്കിലും കോമഡീസ് ആണെങ്കിലും സ്ക്രിപ്റ്റ് ആണെങ്കിലും യാതൊരു ഇട്ടിടിച്ചില്ല. അത് ഗംഭീരമായിട്ട് മുക്ക ഒരു സൂപ്പർ മുക്ക തന്നെയാണ് നമുക്ക് സമ്മാനിച്ചത്. കണ്ടപ്പോൾ എനിക്ക് അങ്ങനെയാണ് തോന്നിയിട്ടുള്ളത്. എന്തായാലും പാർട്ട് 1 ഇറങ്ങിയിട്ടുള്ളൂ. എന്തായാലും സെക്കൻഡ് പാർട്ട് ഇപ്പോൾ ഉടനെ ഉണ്ടാകും പ്രതീക്ഷിക്കുന്നു. കരിക്ക് അതുകൊണ്ട് തന്നെ പറയാൻ സാധിക്കില്ല. ചിലപ്പോൾ 2 ആഴ്ച കഴിഞ്ഞേക്കാം, ചിലപ്പോൾ 3 ആഴ്ച കഴിഞ്ഞാൽ, ചിലപ്പോൾ 3 ദിവസം കഴിഞ്ഞ് ചിലപ്പോൾ വന്നേക്കാം. എന്തായാലും സെക്കൻഡ് പാർട്ടിന് വേണ്ടി ഗംഭീരമായിട്ടുള്ള വെയിറ്റിംഗ് തന്നെയാണ്. കാരണം അതിനുള്ള സംഭവം എന്തായാലും മുക്ക എന്ന സീരീസിലുണ്ട്. നെഗറ്റീവായിട്ട് പറയുന്നൊന്നും തന്നെയില്ല മക്കൾ. അത് ഗംഭീരമായിട്ടുള്ള മുക്കയുടെ പ്രകടനം, അത് മുക്ക സൂപ്പർ ഹിറ്റ് എന്ന് പറഞ്ഞൊരവസ്ഥയാണ് കണ്ടപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത്. എന്തായാലും മുക്ക കണ്ടുള്ള വ്യക്തി നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ പെടുത്തുക. എന്തായാലും കരിക്കിൻ്റെ സീരീസിൽ ഉടനെ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വീഡിയോ നിർത്താണ്. അതായിരിക്കും ബൈ ഫ്രണ്ട്സ്.